ചുങ്ക് ജ്വല്ലറി 5 മിനിറ്റ്സ് ഫൺ സ്റ്റാറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിവിടെ പല സംഭവ വികാസങ്ങളുമാണ് ഈ വേദിയിൽ നിറവേറാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറയുന്നില്ല. അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. നാദിർ ഷാ, KS പ്രസാദ് ആൻഡ് ബിജുകുട്ടൻ. ഇന്നിവിടെ നടക്കാൻ പോകുന്ന എന്താണെന്ന് ഞാൻ സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, അത്ര വലിയ സർപ്രൈസ് കൊടുക്കേണ്ട ഒരു സംഭവമല്ല. ഇവിടെ എലിമിനേഷൻ, ഫൈനൽ എലിമിനേഷനാണ് നടക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രാൻഡ് ഫിനാലെയാണ്. ഒരു സന്തോഷമുള്ള കാര്യവും ഒരു സങ്കടമുള്ള കാര്യവും. ഏതായാലും നമ്മളുടെ കൂടെ കുറേ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ ആഴ്ചകളായിട്ട് കുറേ മാസങ്ങളായിട്ട് കുറേ നല്ല ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് നമ്മൾ ഈ വേദി പങ്കിട്ടു. ഇതിൽ കുറച്ച് പേര് ഇന്ന് നമ്മളുടെ ഈ ഫ്ലോറിൽ നിന്ന് പോവുകയാണ്. പക്ഷെ അവർ പോകുന്നവരെല്ലാവരും തന്നെ സ്ഥിരമായിട്ട് പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരതൊരു വാശിയും വീറുമായിട്ട് എടുത്തിട്ട് ജീവിതത്തിൽ മറ്റ് മേഖലകളിൽ കലാകാരന്മാരെന്ന നിലയിൽ മിമിക്രി ആർട്ടിസ്റ്റുകൾ എത്തിപ്പെടാവുന്നതിൻ്റെ ഏറ്റവും ഉയരത്തിൽ എത്തിപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രസാദേട്ടാ, നമ്മുടെ ചുങ്ക് ജ്വല്ലറി 5 മിനിറ്റ്സ് ഫൺ സ്റ്റാറിന്റെ യാത്രയിൽ ആദ്യം മുതൽ ഈ ഒരു എലിമിനേഷൻ വേദി വരെ പ്രസാദേട്ടൻ തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുണ്ട്. പ്രസാദേട്ടൻ എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന കലാകാരന്മാർ ഇനിയിപ്പോൾ അറിയാലോ, മലയാള സിനിമയിലേക്ക് ചിലപ്പോൾ കഥാകൃത്തുക്കളായിട്ടും തിരക്കഥാകൃത്തുക്കളായിട്ടും അതുപോലെ തന്നെ നടന്മാരായിട്ടും സംവിധായകരായിട്ടൊക്കെ ചിലപ്പം വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. കാരണം പല സ്കിറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ അതിൻ്റെ ഒരു ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല ക്രിയേഷൻ നടത്തിയവരുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ലൊരു രീതിയിലോട്ട്, നല്ലൊരു അവസ്ഥയിലോട്ട് ഇവർ പോകട്ടെ എന്ന് ആശംസിക്കുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി മികച്ച ആർട്ടിസ്റ്റുകളെയും കൊണ്ട് ഈ ഒരു വേദി ധന്യമായ പല നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഒത്തിരി പേര് നമ്മൾ പുറത്തിറങ്ങുമ്പോഴും ഫിലിം ഫീൽഡിൽ നിന്നും ഇപ്പൊ തന്നെ ഒത്തിരി പേര് ഫിലിംസിൽ അഭിനയിച്ച് കഴിഞ്ഞു, പല മേഖലയിലേക്കും കടന്നു കഴിഞ്ഞു. എന്നാലും ഇപ്പോഴും എൻക്വയറീസ് ഉണ്ട്. ഇപ്പോഴും ആരാണ് ഗ്രാൻഡ് ഫിനാലയിൽ എത്താൻ പോകുന്നത് എന്നുള്ളൊരു വെയിറ്റിംഗ് ഉണ്ട്. എനിക്കൊരു ലൈഫിൽ അത്ഭുതമായിട്ട് തോന്നിയിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതിയിരിക്കുന്നത്, ഇന്നിപ്പോൾ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സൂപ്പർ താരപദവിയിൽ നിൽക്കുന്ന താരങ്ങൾ, ഇപ്പോൾ ദിലീപ്, കലാഭവൻ, സലീം കുമാർ, കോട്ടയം നസീർ, റിമി ടോമി തുടങ്ങിയ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ വളർച്ച, അല്ലെങ്കിൽ അവരെ ഇതുപോലെ ചെയറിൽ നിന്നിട്ട് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെ. അപ്പോൾ അതിനുശേഷം ഇവിടെ ഈ ഫ്ലോറിൽ വന്നിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ ഞാൻ കാണുന്നുണ്ട് ഇവരിൽ പലരും നാളത്തെ താരങ്ങളായിട്ട് വലിച്ചൊന്നും നമ്മുടെ മനസ്സിലറിയാം. അതെ. അപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. അത് ഞങ്ങൾക്കും നാദിർഷയെ പോലുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ പ്രസാദിനെ പോലുള്ളൊരു വ്യക്തിയെ ഈ ഒരു 5 മിനിറ്റ്സ് ഫൺ സ്റ്റാറിൻ്റെ ജഡ്ജിങ് പാനലിൽ കിട്ടിയതിൽ വളരെയധികം ഞങ്ങൾ പ്രൗഡാണ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് നാദിർഷ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഫീൽഡിൽ നിൽക്കുന്ന സംവിധാന ലെവലിലാണെങ്കിലും മെയിൻ നടന്മാരുടെ ലെവലിലാണെങ്കിലും സ്ക്രിപ്റ്റ് ലെവലിലാണെങ്കിലും TV ലെവലിലാണെങ്കിലും മ്യൂസിക് ലെവലിലാണെങ്കിലും നിൽക്കുന്ന മികച്ച എല്ലാവരെയും ജഡ്ജ് ചെയ്ത് ഇവർ മികച്ചവരാണ് എന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ നാദിർഷയ്ക്കയും പ്രസാദിനും എല്ലാം, പ്രത്യേകിച്ച് നാദിർഷ. അപ്പോൾ ഇവിടെ നിന്നും ഇപ്പോൾ നാദിർഷയ്ക്കയും പ്രസാദിനും എല്ലാം ഉൾപ്പെടുന്ന ഒരു പാനൽ തന്നെയാണ് ഈ ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവരും ഇതുപോലെ തന്നെ ഒരു വലിയ ലെവലിൽ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ബിജു ചേട്ടാ, ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ? അല്ല, വളരെ മനോഹരമായിട്ട് നന്നായിട്ട് നല്ല എൻജോയ് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. അല്ല, അപ്പം ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, ഇവിടുന്ന് പിരിഞ്ഞ് വിട്ടുപോകുന്ന ആളുകൾ ഒരിക്കലും കഴിവില്ലാതെയോ അല്ലെങ്കിൽ കഴിവ് നഷ്ടപ്പെട്ട് പോണ വ്യക്തികളല്ല, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളല്ല. എല്ലാവരും നമുക്കറിയാവുന്ന, അടുത്തറിയാവുന്ന ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവർ ഏകദേശം ചെറിയ എന്താണ് പറയുക, ചെറിയ പോയിന്റുകൾക്കും പോയിന്റുകൾക്കും വ്യത്യാസത്തിലാണ് ഈ പോണത്. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കാനില്ല. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് എലിമിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും ആദ്യം സിനിമയിൽ വന്നതെന്ന് തോന്നുന്നത്. അല്ല, ആഫ്റ്റർ ഓൾ ഇറ്റ്സ് കോമ്പറ്റീഷൻ. ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ എന്ത് വന്നാലും ഒരു വിന്നർ വേണം. അതിനകത്ത് ഒരാൾ കുറഞ്ഞു പോയി കൂടിപ്പോയി എന്നുള്ളൊരു ഇത് നമുക്ക് തോന്നില്ല അല്ലേ? ഇപ്പൊ ഒരു കുടുംബത്തിലെ ഒരു 10 മക്കളുണ്ടെങ്കിൽ 10 മക്കളെയും അച്ഛനമ്മമാർ കാണുന്നത് ഒരേപോലെ ആയിരിക്കും. എൻ്റെ മൂത്ത മോൻ ഏറ്റവും വലുത് അല്ലെങ്കിൽ ഇളയ മോൻ ഏറ്റവും പെറ്റ്, അങ്ങനെ കാണത്തില്ല. ഒരു നല്ല അച്ഛനും അമ്മയും കാണുന്നത് 10 മക്കളെയും ഒരേപോലെ കാണും. അതാണ് ഇപ്പോൾ നമ്മൾ കൗമുദി ചാനൽ അല്ലെങ്കിൽ 5 മിനിറ്റ്സ് ഫൺ സ്റ്റാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ എത്ര കണ്ടസ്റ്റൻസ് ഉണ്ടോ അവരെല്ലാവരും ഒരേപോലെ നമ്മുടെ കുടുംബത്തിലെ മക്കളായിട്ട് അല്ലെങ്കിൽ കുടുംബ അംഗങ്ങളായിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും കാണുന്നത് അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ എലിമിനേഷനിലേക്ക് കിടക്കുകയാണ്. കുറച്ച് ടെൻഷൻ ഒക്കെ ഉണ്ട്. എന്നാൽ പോലും നമ്മുടെ ഒരു ജോബിൻ്റെ ഭാഗമായിട്ട് അത് നിങ്ങൾ ജഡ്ജസ് നമുക്ക് വേണ്ടി ചെയ്തു തരണം. ഒറ്റ റിക്വസ്റ്റ് ഉള്ളൂ, ഇവിടുന്ന് ശരിക്കും പുറത്തു പോകുന്ന ഒരു ആർട്ടിസ്റ്റും ഞങ്ങളോട് യാതൊരുവിധ പരിഭവം അല്ലെങ്കിൽ മറ്റ് വിദ്വേഷങ്ങളൊന്നും തോന്നരുത്. കാരണം മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് ഇവരെല്ലാം. ചിലപ്പോൾ അവരുടെ ടീമിൻ്റെ ചിലപ്പോൾ ആ ടീം കോമ്പിനേഷൻ്റെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ സംഭവിച്ചിരിക്കാം. ഫ്ലോറിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ആ ജഡ്ജിങ് പാനലിൽ ഇരിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായിട്ടുള്ള ജോലി ചെയ്തു എന്ന് മാത്രമാണ്
പക്ഷെ അവരെ ഈ ഔട്ടായി എന്ന് പറഞ്ഞിട്ട് അവർ മോശം ആർട്ടിസ്റ്റുകളാണെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. അവർക്കെല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് വീണ്ടും 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 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഈ ഒരു അവസരത്തിലല്ലാതെ പിന്നീട് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ വേറെ പല ചാനലിലും നമ്മളെല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എനിക്കും അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ജഡ്ജസിനും ഉള്ളൊരു സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ കൗമുദി നമുക്ക് എല്ലാവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, അല്ലേ? അത് പ്രൊഡ്യൂസർ ഭാഗത്തു നിന്നും ഡയറക്ടർ ഭാഗത്തു നിന്നും ഒരിക്കലും ഒരു ഇന്റർഫിയർ ചെയ്തിട്ടില്ല. ഇന്നവർക്ക് ഇന്ന മാർക്ക് കൊടുക്കണം, ഇന്നവരെ ഔട്ടാക്കണം, ഇന്നവരുടെ പെർഫോമൻസ് കണ്ടിട്ട് വാവ് എന്ന് പറയണം, അല്ലേ? കണ്ണു തള്ളിപ്പോയി, എനിക്ക് അറ്റാക്ക് വന്നു പോയി എന്നുള്ള അങ്ങനെ പല ചാനലുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം പെർഫോമൻസ് മോശമാണെങ്കിലും വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മൾ കാണാറുണ്ട്. ജഡ്ജസ് മനസാക്ഷിക്ക് ഒത്ത മാതിരി പറയാനേ ഇവിടെ നമുക്ക് അനുവാദമുള്ളൂ, അല്ലേ? നമുക്ക് മനസാക്ഷിക്ക് ഒത്ത മാതിരി ജഡ്ജ് ചെയ്യാനായിട്ട് നമ്മുടെ ജഡ്ജസിന് പറ്റിയിട്ടുണ്ട്. എല്ലാവരോടും ഇന്ററാക്ട് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം എനിക്കും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകം നന്ദി കിഷോർ, പ്രത്യേകം നന്ദി ഇതിന്റെ ഡയറക്ടർ കിഷോർ, ഇതിന്റെ ക്രൂവ് മഹേഷ്, പ്രൊഡ്യൂസർ, പിന്നെ പ്രത്യേകിച്ച് കൗമുദി ചാനലിലെ എല്ലാവരോടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നന്ദി പറയാണ്. പിന്നെ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന ഈച്ച് ആൻഡ് എവറി കണ്ടസ്റ്റൻസ് ഞങ്ങളോട് എല്ലാ രീതിയിലും സഹകരിച്ചിട്ടുണ്ട്. ജയമായാലും തോൽവിയായാലും ഒരേ മനസ്സോടുകൂടി കാണുക. എല്ലാവരോടും ഞങ്ങൾ സഹകരിച്ചതിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എലിമിനേഷനിലേക്ക് കിടക്കാം. ഓക്കെ, താങ്ക് യു. സെമി ഫൈനൽ റൗണ്ടിൽ എത്തിയിരുന്ന 7 ടീമുകളാണ്. ഇനി നമ്മുടെ ഗ്രാൻഡ് ഫിനാലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന 4 ടീമുകളെ മാത്രമാണ്. ഇന്ന് ഈ വേദിയിൽ നിന്ന് 3 ടീമുകൾ നമ്മളെ വിട്ടുപിരിയും. അപ്പോൾ എലിമിനേഷന് മുമ്പായിട്ട് നമുക്ക് 7 ടീം ലീഡേഴ്സിനെയും സ്വാഗതം ചെയ്യാം. പാണ്ടിപ്പട അനീഷ് ബാൽ, കൊല്ലക്കം സ്റ്റാൻലി കോട്ടയം, പൂരം വിനയൻ, ഇന്ദ്രജാലം സജീവ്, സ്ഫടികം പ്രശാന്ത്, സല്ലാപം സനൽ ആൻഡ് കാർണിവൽ സൈനൻ. അപ്പോൾ നമ്മുടെ 7 ടീം ലീഡേഴ്സും ഇവിടെ എത്തിയിരിക്കുന്നു. ടെൻഷനുണ്ടോ? അടുത്തൊരു ലെവൽ എന്ന് പറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ ഇനി ഒന്നുമില്ല. ഇനി ഗ്രാൻഡ് ഫിനാലെയാണ് വരാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളൊക്കെ അറിയാലോ. ഇപ്പോൾ സെമി ഫൈനൽസിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു, കിട്ടുന്ന മാർക്സ് അനുസരിച്ച് മാത്രമല്ല നമ്മൾ ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ ഓവറോൾ പെർഫോമൻസ്, സ്ക്രിപ്റ്റ്, ബാക്കിയുള്ള പെർഫോമൻസ്, ബാക്കിയുള്ള എല്ലാ രീതികളും, ഇവിടെയുള്ള അച്ചടക്ക നടപടികളും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ്, മാർക്ക് മാത്രം നോക്കിയിട്ടല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതെല്ലാവരും അറിഞ്ഞിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെ ഗ്രാൻഡ് ഫിനാലെ വരുമെന്ന് നമ്മുടെ ജഡ്ജസ് തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം, അല്ലേ? എല്ലാവരും ടെൻഷൻ ഫ്രീ ഒക്കെ ആയിട്ട് നിൽക്കുകയാണോ? ഓക്കെ, അപ്പോൾ നമുക്കിനി ജഡ്ജസിനോട് ചോദിക്കാം. നാദിർഷിക്ക. സനൽ, സജീവ്, വിനയൻ, അനീഷ് ബാൽ, സ്റ്റാൻലി, പ്രശാന്ത്, സൈനൻ, 7 ടീമിൻ്റെ ലീഡേഴ്സ് ഇവിടെ നിരന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഈ പ്രോഗ്രാമിന് ചുങ്കത് ജ്വല്ലറി 5 മിനിറ്റ്സ് ഫൺ സ്റ്റാർ എന്ന് പറയുന്ന കൗമുദി ചാനൽ വളർന്നു വരുന്ന സിനിമാ താരങ്ങൾക്കായി ഒരുക്കിയ ഈ മത്സരം നാളത്തെ താരങ്ങളെ സൃഷ്ടിക്കാനായിട്ടുള്ള ഈ മത്സരത്തിൽ ഈ 7 ടീം ലീഡേഴ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടീമിലെ എല്ലാവരും തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ അതിൽ ചില നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾ, ചില ദിവസങ്ങളിൽ ചിലവർ നന്നായിട്ട് പെർഫോം ചെയ്ത്, ചില ദിവസങ്ങളിൽ മോശമായിട്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാരണങ്ങളുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് ഇന്നും ഔട്ടും ഇതിനകത്ത് നിങ്ങൾ യാതൊരുവിധ ഒരു ടെൻഷനും ആകേണ്ട കാര്യമില്ല. നമുക്ക് ഇതൊരു വീറും വാശിയുമായിട്ട് നാളെ കുറച്ചുകൂടി നല്ല രീതിയിൽ വരാനായിട്ട് നമ്മളുടെ ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതിലാദ്യം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിരിക്കുന്ന ടീം 190 മാർക്ക് വാങ്ങിയിട്ടുള്ളത് ടീം പാണ്ടിപ്പടയാണ്. അനീഷ് ബാലിൻ്റെ നേതൃത്വത്തിലുള്ള ടീം പാണ്ടിപ്പട. അത് ഓൾറെഡി നമ്മൾ ഇന്നാണ് ഫൈനലിൽ. പാണ്ടിപ്പട ഫൈനലിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഇതുവരെ നിങ്ങൾക്ക് കിട്ടി. പക്ഷേ ഇനി ഫൈനലിൽ വരുമ്പോൾ നിങ്ങളോടൊപ്പം മറ്റ് 3 ടീമുകൾ കൂടി ഉണ്ട് മത്സരിക്കാൻ. മൊത്തം 4 ടീമാണ് നമുക്ക് ഫൈനലിൽ വരുന്നത്. ഈ ഫൈനലിൽ വരുമ്പോൾ ഇതുവരെയുള്ള ഒരു ആവേശം ചോർന്ന് പോകരുതെന്ന് ഞാൻ പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പലർക്കും ഇവിടെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത മാർക്കുമായിട്ട് നിന്ന പല ടീമും പിന്നീട് എലിമിനേഷന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കങ്ങനെ അനുഭവപ്പെട്ടിട്ടുള്ളതാണ് ചെറിയൊരു ഉഴപ്പ്.
ആ ഉഴപ്പിൻ്റെ പേരിൽ നഷ്ടപ്പെടുത്താതിരിക്കുക ഈ വീറും വാശിയും വീണ്ടും കേട്ടോ. അപ്പോൾ അനീഷ് ബാലിനും സംഘത്തിനും ഞങ്ങളുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ചുങ്ക് ജ്വല്ലറി ഫൈനാൻസ് ഫണ്ട് സ്റ്റാറിൽ ഏറ്റവും കൂടുതൽ സ്കോർ നേടി ഗ്രാൻഡ് ഫിനാലേക്ക് എലിജിബിൾ ആയിട്ടുള്ളത് ടീം പാണ്ടിപ്പട. അനീഷ് ബാൽ ആൻഡ് ടീം, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. അപ്പോൾ ഇനി ബാക്കി 6 ടീമുകളാണുള്ളത്. ആരൊക്കെ ഇന്നാവും ആരൊക്കെ ഔട്ടാവും എന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും ക്രോസ് ഫിംഗേഴ്സ്, എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ജഡ്ജസ്.